ലോകകപ്പ് മത്സരത്തിൽ ജയിച്ചവരും തോറ്റവരും തോളോടുതോൾ ചേർന്ന് പ്രാർത്ഥിച്ച് ക്രിസ്തീയ വിശ്വാസം പരസ്യമാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലോകം മുഴുവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യത്തെ ടീമുകളെയും കളിക്കാരെയും പങ്കെടുക്കാത്ത രാജ്യങ്ങളിലെ ഫുട്ബോൾ പ്രേമികൾ പോലും ഹൃദയത്തിൽ സ്ഥാനം നൽകുകയുണ്ടായി. കളിക്കളത്തിൽ കളിക്കാർ പൊരുതുമ്പോൾ പലപ്പോഴും വ്യക്തിപരമായോ രാഷ്ട്രപരമായോ വിദ്വേഷങ്ങളും കലഹങ്ങളും സൃഷ്ടിക്കപ്പെടാറുണ്ട്. ജയിച്ച ടീം അംഗങ്ങൾ തോറ്റ ടീമിനെ പരിഹസിക്കുകയോ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യുന്ന പ്രത്യേകതകളാണ് ഓരോ പ്രേക്ഷകരും കണ്ടു ശീലിച്ചത്. എന്നാൽ കഴിഞ്ഞ ഞായറാഴ്ച യു.എസിലെ എലാച്ചി സ്റ്റേഡിയത്തിൽ നടന്ന ജർമ്മൻ കുറസാവോ മത്സരത്തിൽ ലോകകപ്പിൽ കളിക്കുന്ന ഏറ്റവും ചെറിയ രാജ്യമായ കുറസാവോ ആദ്യ ഗോൾ അടിച്ചു ജർമ്മനിയെ ഞെട്ടിച്ചു. ജർമ്മനി 2 ഗോളടിച്ചാണ് പകരം വീട്ടിയത്. കളി കഴിഞ്ഞ് ഇരു ടീമുകളും കൈകൊടുത്തു പിരിയേണ്ട സമയത്ത് ജയിച്ച ജർമ്മൻ ടീമിലെ ഫെലിക്സ് നെമിച്ച ജോനാഥാൻ താഹും കുറസാവോ ടീമിലെ ചിലരുമായി തോളോടുതോൾ ചേർന്ന് കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതുമായ കാഴ്ചയാണ് ലോകം കണ്ടത്. കളിയിൽ ഞങ്ങൾ എതിരാളികളാണ്, പക്ഷേ മത്സരശേഷം നാം എല്ലാവരും ക്രിസ്ത്യാനികളും സുഹൃത്തുക്കളുമാണ്. ആ പ്രാർത്ഥനാ നിമിഷത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജർമ്മൻ മിഡ്ഫീൽഡർ നെമിച്ച പറഞ്ഞ മറുപടി, കളിയിലൂടെ യേശു മഹത്വപ്പെടുമെന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു. അദ്ദേഹം കൂട്ടിച്ചേർത്തു. പലപ്പോഴും ക്രിസ്ത്യൻ വാക്യങ്ങളും വാചകങ്ങളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ആളാണ് 25-കാരനായ അദ്ദേഹം. താന് ആദ്യ ഗോൾ അടിച്ചപ്പോൾ കളിക്കളത്തിൽ മുട്ടുകുത്തിനിന്ന് തന്റെ തലയിലെ കിരീടം ഊരി താഴെ വയ്ക്കുന്നു എന്ന ആംഗ്യത്തോടെ യേശുവിനുവേണ്ടി നന്ദി കരയറ്റുന്നതും പ്രാർത്ഥിക്കുന്നതും ലോകം കണ്ടു. നെവച്ചിയും ജോനാഥാനും 30 ഉറച്ച ക്രൈസ്തവ വിശ്വാസിയും പതിവായി ആരാധനാലയങ്ങളിൽ പോകുന്നവരുമാണ്. ജയിച്ച ഇരുവരും തോറ്റവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒപ്പം ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്ത് തികച്ചും മാതൃകാപരമാണ്. അദ്ദേഹം കൂട്ടിച്ചേർത്തു. പലപ്പോഴും ക്രിസ്ത്യൻ വാക്യങ്ങളും വാചകങ്ങളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ആളാണ് 25-കാരനായ അദ്ദേഹം. താന് ആദ്യ ഗോൾ അടിച്ചപ്പോൾ കളിക്കളത്തിൽ മുട്ടുകുത്തിനിന്ന് തന്റെ തലയിലെ കിരീടം ഊരി താഴെ വയ്ക്കുന്നു എന്ന ആംഗ്യത്തോടെ യേശുവിനുവേണ്ടി നന്ദി കരയറ്റുന്നതും പ്രാർത്ഥിക്കുന്നതും ലോകം കണ്ടു. നെവച്ചിയും ജോനാഥാനും 30 ഉറച്ച ക്രൈസ്തവ വിശ്വാസിയും പതിവായി ആരാധനാലയങ്ങളിൽ പോകുന്നവരുമാണ്. ജയിച്ച ഇരുവരും തോറ്റവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒപ്പം ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്ത് തികച്ചും മാതൃകാപരമാണ്.